പേരുള്ള ജോൺസൺ വർഗിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മോളക്കുളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ കോയിക്കൽ ജോറി മാത്യു സാറിൻ്റെ ഉടമസ്ഥയിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു കൃഷിത്തോട്ടത്തിലാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഏകദേശം ഒരു 1.5 ഏക്കർ അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷികളും മറ്റു കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് കിഴക്കേ കുറുമ്പടത്തിൽ ശശിചേട്ടനാണ്. ശശിചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം അതിൻ്റെ കൃഷി രീതികളും അതിൻ്റെ മറ്റ് പരിപാലന രീതികളെക്കുറിച്ചും നമ്മളോട് വിവരിക്കുന്നതാണ്. അതിമനോഹരമായ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും. കിഴക്കേ കുറുമ്പടത്തിൽ ശശിചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷികളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിക്കും. ഇത് ഏകദേശം എന്തേറെ സ്ഥലം ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്? 1 ഏക്കർ മുകളിൽ സ്ഥലമുണ്ട്. 1 ഏക്കർ മുകളിലുണ്ടല്ലേ? ഇപ്പം ഇതിന്റെ വിളവെടുപ്പ് വല്ലതും ഈ അടുത്ത ദിവസങ്ങളിൽ വല്ലതും കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ആഴ്ച വിളവെടുത്തായിരുന്നു അല്ലേ? അപ്പൊ അന്ന് എടുത്തതിൽ കാണാതെ കിടന്ന ഒരെണ്ണാണ്. ഇതിന്റെ വിപണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് നമ്മളെവിടെയാ ഇതിന്റെ മാർക്കറ്റിംഗ്? തൃപ്പൂണിത്തുറയിലാണ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് കൊണ്ടുപോവാണ്. മലയാളികളാണോ നമ്മൾ ഇതിന്റെ പണിക്കാരൊക്കെ ആയിട്ട് നിർത്തേക്കണേ? എല്ലാം മലയാളികളാണല്ലേ? ശശിചേട്ടനാണ് ഇത് നോക്കി നടത്തുന്നത്, കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. ഇപ്പൊ ഏകദേശം നമുക്ക് എത്രയോളം ചോട് കാണുന്നു? വല്ലതും 300 ചില്ലുവാനും ചോടുണ്ടല്ലേ? അപ്പൊ ഇന്നിപ്പോ ഇച്ചിരി രാവിലെ ഞാൻ വരുമായിരുന്നെങ്കിൽ എല്ലാം പൂത്ത് നിൽക്കുന്ന ഒരു വളരെ ഭംഗിയേറിയ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഹെലികോപ്റ്റർ വരുന്ന സൗണ്ട്. ഈ ഇതിന്റെ ഷഡ്പഥങ്ങളും മറ്റേ ഈച്ചകൾ, തേനീച്ച. ഞാനിപ്പോ തോട്ടത്തിൽ കയറിയപ്പോ തന്നെ ഒത്തിരി ഈച്ചകൾ ഇങ്ങനെ പറന്നു കിടപ്പുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത്രയും ഏരിയയിൽ ഇപ്പോൾ ഒരു 2 ഏക്കർ അടുത്തോളം ഇത് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത്രയും ഏരിയ കൂടുതലായിട്ട് ആരും അങ്ങനെ സാധാരണ ഇവിടെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ കാണാറില്ല. അപ്പൊ ഇതിന്റെ ജലസേചന സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വലിയ 5 സെന്റോളം വരുന്ന സ്ഥലത്തൊരു കുളം വെട്ടി അവിടുന്ന് മോട്ടർ വെച്ച് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്തേക്കണം. ഇതിന്റെ അടിവഴി പൈപ്പിട്ട് അങ്ങനെയാണ്. ഇതിന്റെ തൈകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പിന്നെ സാറ് ഇതിന് കോയിക്കൽ ഗോൾ സാറിന് വീട്ടിൽ ഇതിന്റെ കൃഷിയുണ്ട് ഉണ്ടല്ലേ? സാറ് അവിടുന്ന് വിത്തുകൾ തയ്യാറാക്കിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ നല്ലൊരു പരിപാലനം തന്നെ ഇതിനുണ്ട്. കൃത്യമായിട്ട് അതിന്റെ പരിപാലനവും വളവും എല്ലാം കൃത്യമായിട്ട്. വളം നമ്മളെങ്ങനെ രാസവളമൊക്കെയാണോ ഉപയോഗിക്കുന്നത്? രാസവളം കുറവാണല്ലേ? ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടിയൊക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ടോ? ചാണകവും പിന്നെ കോഴിവളമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ജൈവവളമാണ് കൂടുതൽ. ശരി.
നമ്മുടെ മലയാളികളൊക്കെയാണോ പണിക്കാർ അതെയോ ഹിന്ദിക്കാർ? മലയാളികൾ തന്നെയല്ലേ? ശശിന് വേറെ എന്തെങ്കിലും ഇത് വല്ലതും ഉണ്ടോ, സ്ഥാനങ്ങൾ എന്തെങ്കിലും? ഞാനിവിടെ മുളക്കുളം സൗത്ത് ശാഖയുടെ ആ പ്രസിഡന്റ് അല്ലേ? നല്ല പരിചയം പോലെ എനിക്ക് തോന്നിയതാ. കാഴ്ചയാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടത്തിൽ വന്നാൽ കാണുവാനുള്ളത്. കൂടാതെ നിരവധിയായ ഷഡ്പദങ്ങൾ, ഈ തേനീച്ച മുതലായ എല്ലാ സാധനങ്ങളും ഭയങ്കര ഒരു സൗണ്ടാണ്, ഒരു ഇരുമ്പലോട് കൂടിയ ഒരു സൗണ്ടാണ് ഇവിടെ. അതിരാവിലെ ആണെങ്കിൽ ഭയങ്കര ഇപ്പോഴും ഉണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ വരുമ്പോഴും തേനീച്ചകൾ ന്യായമായിട്ടുണ്ട്. തൂക്കവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് സാധാരണ? ഇതിപ്പം ആവറേജ് ഉണ്ടല്ലേ? ഒരു 3 എണ്ണം 1 കിലോ വരുന്നതുണ്ട് ഉണ്ടല്ലേ? പിന്നെ 4 എണ്ണം 1 കിലോ വരും. പിന്നെ 3 എണ്ണം തൃപ്പൂണിത്തറയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മൾ അവിടെ കൊണ്ടേ കൊടുക്കും. ഇവിടെ വന്ന് കൊണ്ടുപോകണം അതെ? അവർ നമ്മൾ കൊണ്ടുപോകുമല്ലേ? ഇതിലെല്ലാം കംപ്ലീറ്റ് തേനീച്ചയാണല്ലോ, ഫുള്ള് തേനീച്ചയാണല്ലോ. രാവിലെയാണോ ഇത് ഫുള്ള് വരുന്നല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഇതൊരു 1.5 ഏക്കർ സ്ഥലം കാണിയല്ലേ? 1 ഏക്കർ ഉണ്ട് അല്ലേ? ഈ കുഴിച്ചു വെച്ചിങ്ങനെ റംബൂട്ടാനല്ലേ? ഇതിപ്പോ എത്ര വർഷം ആയതാ റംബൂട്ടാൻ? കായായി തുടങ്ങിയല്ലോ? 2 വർഷം ആയതല്ലേ? അപ്പൊ ഇതിന്റെ കൂടുതൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പുറത്തെ സൈഡിൽ കൃഷി ചെയ്തേക്കണത്. ഇത് അടയ്ക്കാമരം ഉണ്ടല്ലേ? അടയ്ക്കാമരം ഏത് നമ്മളെ ഈ ഏത് ടൈപ്പ് അടയ്ക്കാമരം അത് വെച്ചാൽ? കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നേക്കണം അല്ലേ? ഇത് ശരിക്കും ഒരു നമ്മുടെ പെരുവ ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. 500 മീറ്റർ അല്ലേ? ഈ സ്ഥലത്ത് നമ്മൾ ശരിക്കും സ്ഥലത്തിന്റെ പേര് പറയും? പെരുവ തന്നെ അല്ലേ? അങ്കമ്പാടി അടുത്തായിട്ട് വരും. കോയിക്കല് ജോറി മാത്യു സാർ അല്ലേ? സാറിന് സ്കൂളൊക്കെ ഉള്ള കോയിക്കലാ? ഓക്കെ ഓക്കെ. നമ്മൾ ടയറേലല്ലേ ഇത് സെറ്റ് ചെയ്തേക്കണം? കോൺക്രീറ്റ് കാലിന്റെ മുകളിൽ ടയർ. താത്തിയിടും. ഇതിപ്പോ 3-ാം വർഷം.
മനസ്സിന് കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. എൻ്റെ പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങ് മേളിലേക്കാണ്. ഇതൊരു കയറ്റം പോലെ കിടക്കുന്ന ഒരു പറമ്പാണ്. അതിൻ്റെ മേൾ സൈഡിലേക്കാണ് കൂടുതലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് ഒരു സമ്മിശ്ര കൃഷി എന്ന് പറയാം. എല്ലാം ഉണ്ട് ഇതിൻ്റെ അത്.